പ്രതിഷേധം. മുറ്റിച്ചൂർ പാലത്തെക്കുറിച്ചുള്ള കുരുന്നുകളുടെ സ്വപ്നങ്ങൾ പേപ്പറുകളിൽ വർണ്ണം ചാലിച്ചൊഴുകിയപ്പോൾ പ്രതിഷേധ ചിത്രരചന വേറിട്ട കാഴ്ചയായി. 50ഓളം കുട്ടികളാണ് വഴിയോര പ്രതിഷേധ ചിത്രരചനയിൽ പങ്കെടുത്തത്. മുറ്റിച്ചൂർ പാലം ഗതാഗത കർമ്മസമിതി, തൃപ്രയാർ ഗാന്ധിദിന ഫൗണ്ടേഷൻ, പടിയം ദൃശ്യകലാ കായികവേദി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടന്ന സമര പരിപാടിയിലാണ് കുട്ടികൾ തങ്ങളുടെ പ്രതിഷേധവും സ്വപ്നവും ചിത്രങ്ങളായി ആവിഷ്കരിച്ചത്. മുറ്റിച്ചൂർ പാലത്തിനോട് അധികൃതർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് 5ാം ഘട്ട സമര പരിപാടിയായിട്ടാണ് പ്രതിഷേധ ചിത്രരചന അരങ്ങേറിയത്. അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ ഒപ്പുശേഖരണം, ജനകീയ കൺവെൻഷൻ, ശയനപ്രദക്ഷിണം, കരിദിനാചരണം, പ്രതിഷേധ ദീപക്കാഴ്ച എന്നീ സമരപരിപാടികൾ മുൻപ് നടത്തിയിരുന്നു. പാലത്തിലൂടെ ബസ് സർവീസ്, അപ്രോച്ച് റോഡ് നിർമ്മാണം, വഴിവിളക്ക് എന്നിവ ഉടനുണ്ടാകുമെന്ന് സ്ഥലം MLA ഗീതാ ഗോപി ഉൾപ്പെടെയുള്ളവർ നാട്ടുകാർക്ക് പല വേദികളിൽ വെച്ച് ഉറപ്പു നൽകിയിരുന്നെങ്കിലും ഒന്നും നടപ്പായിട്ടില്ല. പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് 75 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും ഇതുവരെയും അപ്രോച്ച് റോഡിന്റെ നിർമ്മാണത്തിലുള്ള പ്രാരംഭ നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി. വഴിവിളക്കുകൾ ഇല്ലാത്തതിനാൽ രാത്രിയിൽ സാമൂഹ്യദ്രോഹികളുടെ അഴിഞ്ഞാട്ടവും ഇവിടെ നടക്കുന്നുണ്ടെന്ന് സമീപവാസികൾ പറയുന്നു. ഗാന്ധിദിന ഫൗണ്ടേഷൻ ചെയർമാനും സാഹിത്യകാരനുമായ VS ഗിരീശൻ മാസ്റ്റർ ചിത്രം വരച്ച് വഴിയോര ചിത്രരചന ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിദിന ഫൗണ്ടേഷൻ ഡയറക്ടർ CK ബിജോയ്, കൺവീനർ TV സുനിൽകുമാർ, S കുമാർ അന്തിക്കാട്, KK സൈതലവി, TK നവീനചന്ദ്രൻ, ജയദീപ് മുറ്റിച്ചൂർ, KK യോഗനാഥൻ എന്നിവർ സംസാരിച്ചു. നാട്ടിക പഞ്ചായത്തിൽ DYFI